ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോട്ടയം സ്റ്റൈലിലുള്ള നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് 2-3 ദിവസം ഒന്നും പറ്റാതെ കേടാവാതെ ഇരിക്കുന്ന ഒരു മീൻകറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ ഈ അളവ് സ്പൂണൊന്നും വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള സ്പൂൺ എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും, അതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങ് മസാല കരിഞ്ഞു പോവുകയില്ല. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്രയും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഉണ്ടാവുക. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് തന്നെ കുടംപുളി ഒന്ന് കുതിർത്തി വെക്കണം. എത്ര അളവൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി മതി. അപ്പോൾ ഇനി നമ്മളിത് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു നുള്ളു മതി, നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഞാൻ ചേർക്കുന്ന ഒരു 5-6 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉണ്ടാവും, ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് പച്ചമണം മാറണ വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാല മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് മസാല അങ്ങനെ കരിയൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പച്ചമണം മാറുന്നത് വരെ, മസാലയുടെ ആ ഒരു പച്ചച്ചൊവയൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ 3 പീസ് കുടംപുളി നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തി വെക്കുകയാണ് നല്ലത്. എന്നിട്ട് അത് വെള്ളത്തോടെ തന്നെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ പീസാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുടംപുളി. അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക, എത്രയാണോ മീൻ എടുക്കുന്നത് അതിനനുസരിച്ച്. അപ്പോൾ ഒരു 1/2 കിലോ മീനൊക്കെ ആണെങ്കിൽ 3 പീസ്, ചെറിയ പീസ് 3 എണ്ണമൊക്കെ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കും. ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1.5 മിനിറ്റൊക്കെ ആകുമ്പോൾ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ അത് ഇപ്പം നമ്മുടെ മസാലയിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഏകദേശം നമ്മൾ മീനിനേക്കാളും കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് ഒഴിക്കുന്നില്ല, കാരണം കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മീൻ എടുത്തിട്ടുള്ളത് ചൂരയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം, ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. മത്തിയോ അയലയോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുകയാണ്. മീൻ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂണോ തവിയോ ഒന്നും ഇട്ട് ഇളക്കാത്തതാണ് നല്ലത്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലോണം ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചൊന്ന് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 2 നുള്ളു ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മീനൊന്ന് വേവിക്കാനായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മീൻ അത്യാവശ്യം ഒന്ന് വേവും, എന്നാലും മുഴുവനൊന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വെന്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ചാറൊന്ന് വറ്റി വരുന്ന സമയം വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നന്നായിട്ട് മീനൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നമ്മളിതിൽ തക്കാളിയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും മുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഗ്രേവി കിട്ടും. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഗ്രേവി ഒന്ന് തിക്കാവുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ കറിവേപ്പില ചേർത്തിട്ട് 1 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ കുറച്ച് ചേർത്താലും മതി. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മീൻകറി ഉണ്ടാവുക. നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണം അതിനനുസരിച്ച് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ചാറാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇത് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്നൊക്കെ എടുക്കുകയാണ്
ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. 2-3 ദിവസം ഒന്നും പറ്റാണ്ടിരിക്കും. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചില സ്ഥലത്തൊക്കെ വേറെ രീതിയിലാണ് കോട്ടയം മീൻകറി വെച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവും, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.